തൊഴിലുറപ്പിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരമാണ്. അവർക്ക് ജീവിക്കാൻ, ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യക്കാർക്ക് ന്യായമായി ജീവിക്കാൻ, പട്ടിണിയില്ലാതെ കുടുംബങ്ങളെ പോറ്റാൻ, പ്രത്യേകിച്ച് അമ്മമാർക്കും സഹോദരിമാർക്കും അവരുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടിയാണ് പ്രിയങ്കരിയായ സോണിയാഗാന്ധി UPAയുടെ ചെയർപേഴ്സണായിരുന്ന കാലത്ത് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിൽ രാജ്യത്ത് ആരംഭിച്ചത്. അന്ന് മുതൽ തന്നെ ഈ ജനക്ഷേമ പദ്ധതിക്ക് BJP എതിരായിരുന്നു. ഇന്നത്തെ കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്ന BJP ഈ പദ്ധതിയെ ആദ്യം മുതൽ തന്നെ എതിർത്തവരാണ്. കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷവും നമുക്കറിയാം പദ്ധതി വിഹിതം ഗണ്യമായിട്ട് വെട്ടിക്കുറച്ചുകൊണ്ടും അതുപോലെ സമയത്ത് ചെലവഴിച്ച തുക തന്നെ നൽകാതെ തൊഴിലാളികളെ പട്ടിണിയിലാക്കുന്ന സമീപനമായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് എല്ലാ കാലത്തും സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഇതാ എല്ലാവർക്കും അറിയാം, നിയമത്തിലെ മനുഷ്യത്വരഹിതമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് പാർലമെൻറ്റിൽ ഇന്നലെ ലോകസഭയിലും പിന്നീട് രാജ്യസഭയിലും വളരെ ധൃതി പിടിച്ചാണ് ഈ നിയമം അപ്പം ചുട്ടെടുക്കുന്നത് പോലെയാണ് BJPയുടെ നേതൃത്വത്തിൽ പാസ്സാക്കിയെടുത്തത് എങ്കിൽ അതിനവരെ നയിച്ച വികാരം എന്താണ്? ഇതാർക്ക് വേണ്ടിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിഭാവനം ചെയ്തത്? തൊഴിലില്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ്, അമ്മമാർക്കും സഹോദരിമാർക്കും വേണ്ടിയാണ്. അവർക്ക് ജോലി കൊടുക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ജീവിക്കാനുള്ള അവകാശം